ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് ഫ്രണ്ട്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 3 ആണ് ഫ്രണ്ട്സ്. അപ്പോൾ സ്ലെൻഡറിനെ ഓഫ് ചെയ്യാം. നമുക്ക് ഇന്ന് ഗ്രാൻഡ് പേ ഇട്ട് കളിക്കാം. പാർട്ട് 2 ഈ ഗ്രാനി ഇട്ട് കളിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. ഈ സ്ലെൻഡറിനെ ഓഫ് ചെയ്തില്ല, ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ഒരു വലിയ വീട്ടിലോട്ട് ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് ആ സ്കിപ്പ് ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഡേ 1 ആണ്. നമുക്ക് ഇന്ന് ഗേറ്റ് എസ്കേപ്പ് അല്ലെങ്കിൽ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാം ഫ്രണ്ട്സ്. ഓക്കെ, നമ്മൾ ലോക്ക് പിക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ വാല് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ലോക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് താഴോട്ട് പോയി നോക്കാം. നമുക്ക് നമ്മുടെ അപ്പാപ്പനെ വരുത്താം. കിടക്കുന്ന അപ്പോൾ കുളിക്കാൻ വരും. അതിന് നമുക്ക് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു പരിപാടിയുണ്ട്. നമുക്കറിയാൻ ടൈം കുറച്ച് വെയിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ തന്നെ ബെല്ലൈക്കൺ അമർത്തുക ഫ്രണ്ട്സ്. അപ്പോൾ പാർട്ട് 2 പെട്ടെന്ന് വേണ്ടവർ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. മാക്സിമം നമുക്ക് പെട്ടെന്ന് നോക്കാം. നോക്കട്ടെ പോയി കാണുന്നില്ലല്ലോ. ഇപ്പം തുറക്കുമ്പോൾ തന്നെ അപ്പാത്തങ്ങളുണ്ട്. ഇവിടെ താഴെ ഇട്ടേക്ക് പുള്ളിക്കാരൻ വന്ന് നോക്കിയിട്ടൊന്ന് പോട്ടെ. ഞാൻ അടച്ചേക്കണം, പെട്ടെന്ന് തോന്നുന്നുള്ളൂ. ഇതാണ് അപ്പാപ്പൻ്റെ വീട്. അയ്യോ, ഇവിടുന്ന് വന്നല്ലോ, കണ്ടുപോലും. അതേ ഉണ്ട്. ഇപ്പോൾ ഒന്ന് ഇപ്പം ഈ പുള്ളിക്കാരിവിടെ ഇപ്പം ഈ അപ്പാപ്പനോട് കിടക്കുവാണെങ്കിൽ ഗണ്ണെടുത്തിട്ട് കൊടുക്കാൻ പുള്ളിക്കാൻ അങ്ങ് ഉറക്കാം. പോന്നു ഇതാ പോന്നു. ഞാൻ ഇപ്പം കൊല്ലും. എപ്പണ്ടി അത് കിട്ടിക്കോട്ടെ. വീട്ടിൽ നമ്മൾ ഈ പ്ലാങ്ക് നമ്മളാണെങ്കിൽ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം. അത് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഈ വീട്ടിലുള്ള ഒരു സീക്രട്ട് റൂമിലോട്ട് എത്തുവാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് ക്രാങ്ക് കിട്ടും. ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് ഫ്രണ്ട്സ്. നമുക്കിങ്ങനെ ഒരു മറ്റേ വെപ്പണിനെ എവിടെ നേരം ഒന്ന് ഒപ്പിക്കണം. ഇവിടെ തന്നെ കാണും. താഴെ കൊണ്ടുവരുന്ന ഫ്രണ്ട്സ്, ഷോർട്ട് കട്ട് വഴിയുണ്ട്. വഴി കാക്കരുടെ ഷെഡിക്ക് ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവയ്ക്കണം. അത് നമ്മുടെ വെപ്പൺ
ഗണ്ണിൻ്റെ മറ്റേ അപ്പാവിൻ്റെ ഇരിക്കുന്ന ഗണ്ണിൻ്റെ ഏമ കിടപ്പുണ്ട്. തുറക്കട്ടെ. അതിലേക്ക് കയറി പോവാം. ഇപ്പം ചെല്ലുമ്പോൾ അപ്പാപ്പനുടെ പെട്ടു അല്ല ഫ്രണ്ട്സ്. ഓക്കെ, ഇതൊക്കെ തുറന്ന് നോക്കുക. കാലിയ മാച്ചസ് കിട്ടി. ഇനി നമുക്ക് ഫുഡ് വേണം. ഓക്കെ, കിട്ടി. കുറച്ച് കല്ല് ആദ്യം വേണം. ആ കല്ല് കിട്ടുമോ? ഓക്കെ, 2 കല്ല് മതി. ഒരു കല്ല് അപ്പാപ്പൻ്റെ ബോധം പോകും. 2 കല്ല് നമ്മൾ പക്ഷെ 2 മിനിറ്റ് ഓടിക്ക് കൂട്ടായവർക്ക് 3 മിനിറ്റ് കേൾക്കായിരുന്നു. ആദ്യം ഒരു കല്ല് കിടക്കുന്നു. അപ്പുറം നമ്മൾ ഇതിനകത്തോട്ട് ഒരിക്കലും പോയി കഴിഞ്ഞാൽ മുതലുണ്ട് അതിനകത്ത്. അത് നമ്മൾ പിടിക്കും. ഞാൻ കുറേ ആണോ പെട്ടത് അതിനകത്ത്. ഒരു സ്റ്റോണും കൂടെ വക്കത്ത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അമ്മ അങ്ങനെ ഗ്രാൻഡ് പേരെ തട്ടാൻ പോകും ഫ്രണ്ട്സ്. 2 മിനിറ്റ് വളരെ പോകുന്നു. ഞാൻ വരുവാണേ. വെപ്പൊക്കെ തുറന്നു. വെപ്പണ്ടും തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോയി ഗ്രാൻഡ് പേ അങ്ങ് തട്ടുക. ഞാൻ താഴോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ പോയി നോക്കാം. അപ്പം ഈ ഇഴയുന്നുണ്ടായിരിക്കും ഇവിടെ. അതേ പോകണം. ഷാവിൽ വെച്ചിട്ട് നമ്മൾ ഫൈനൽ നമ്മൾ അപ്പാപ്പനെ അങ്ങ് തട്ടിയിട്ടുണ്ട്. മാറി നേടാ അവിടെ കിടക്ക്. ഏമില്ല ഒന്നുകൂടെ പൊട്ടിക്കായിരുന്നു. ഇവിടെ കിടന്ന് പഴയ നമ്മളെപ്പോലെ നമ്മളൊന്നും എന്തായാലും എസ്കേപ്പ് ആവും. നോക്കട്ടെ, ഇവിടെ ഏം വരുമ്പോൾ നമുക്ക് മേലെ കാക്കയാണ് പിടിച്ച് വന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നോക്കാം. ആക്ച്വലി നമ്മൾ മൊത്തം നോക്കിയില്ല, എല്ലാം നോക്കണം. ആ ട്രെയിൻ പാഡ്ലോക്ക് ചെയ്യുന്നില്ല. ആവശ്യമില്ല. പാഡ്ലോക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാണെങ്കിൽ ഗുഡായിട്ടാണോ ആ കലമൊക്കെ അടിച്ചിടണം. അപ്പോൾ ആദ്യം മറ്റേ കറണ്ട് വരുന്നത് അവിടെ. അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ കാക്കയുടെ തൂലൊക്കെ കൊടുക്കും. കാക്ക ഇപ്പുറം പോയില്ല. നമുക്കത് ഇങ്ങോട്ടിടേക്ക് ഇവിടെ അപ്പാപ്പനെ വരാൻ പറ്റില്ല. അതങ്ങനെ വെട്ടി പോകുന്ന ഷെഡിക്ക് വെച്ച് നോക്കാം. ഞാൻ 2 ട്രൈ ചെയ്തു, 1 ട്രൈ ചെയ്തു. പക്ഷേ ഒന്നും എസ്കേപ്പ് ആകാൻ പറ്റിയില്ല. ഇനി എന്തെങ്കിലും ഒന്ന് എസ്കേപ്പ് ആകണം. ഏറ്റവും എളുപ്പം ഗേറ്റ് എസ്കേപ്പ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു കാര്യം നമുക്ക് മേളിൽ കൂടെ തന്നെ പോവുക. വെറുതെ അങ്ങനെ റിസ്ക് എടുക്കുന്നത്. റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അപ്പാപ്പൻ്റെ വായിച്ചു. അപ്പാപ്പന് തോക്ക് വേണമെന്നില്ല, കൈ തന്നെ മതി. ഓക്കെ, നമുക്ക് ഇതുവഴി ഇറങ്ങി അടച്ചിട്ട് ഇതിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ചത്തിട്ടില്ല. അതാണ് ചാകാതെ ഈ കളി എങ്ങനെയാണ് ജയിക്കാൻ ഫ്രണ്ട്സ്. ആക്സിലേറ്റർ something is missing here. കിട്ടി. നമുക്കാണെങ്കിൽ മേലോട്ട് കയറണം. മേളിൽ ചെന്നിട്ടാണെങ്കിൽ ഗണ്ണെടുത്ത് താഴ്ത്ത് കയറണം ഫ്രണ്ട്സ്. അല്ലെ നമുക്ക്
ഒറ്റടിക്ക് നമുക്ക് സ്ലിം ഷൂട്ട് എടുത്തിട്ട് എന്നിട്ട് അവൻ കടിച്ചു പൊട്ടിക്കാം. മറ്റേ താഴത്തെ ഒരു ഡോറുണ്ടോ അവൻ്റെ നമ്മളെ ക്രോബാറും കൊണ്ട് അടച്ചു വെച്ചേക്കാണ് ഇതിനടുത്തൊരു ഇതുകൊണ്ട്. എന്നിട്ട് ഇത് തുറക്കണം ക്രോബാറും കൊണ്ട്. പിന്നെ മണ്ടേ വേറെ കൊണ്ട് അതുകൊണ്ട് തുറക്കണം. അതിനകത്ത് മിക്കവാറും മറ്റേ സ്പ്രണ്ടറീനയുടെ പാവയെല്ലാം കിട്ടും. അല്ല വേറെ എന്തെങ്കിലും കീ വല്ലതും കിട്ടും, സേഫ് കീ വല്ലതും കിട്ടുമായിരിക്കും. അപ്പോൾ ഈ മാച്ചസിൻ്റെ ആവശ്യമില്ല. ഇനി ഈ ഒറ്റൊരു കല്ല് മതി. നമ്മൾ കല്ലെടുത്തിട്ട് നേരെ താഴെ പോവുക. ഫസ്റ്റ് ഇപ്പോഴാണോ ഉള്ളൂ വരുന്നത്? തന്തപ്പടി സമ്മതിക്കില്ല. വാ ഇച്ചിരിയും കൂടെ വാ. അവിടെ 2 കല്ലുകളൊക്കെ നീ ഇപ്പം തട്ടാൻ പോവാ. രണ്ട് കല്ല് തീരെ തോന്നുന്നില്ല. ഷോട്ട് വീണ്ടും 2 മിനിറ്റത്തേക്ക് പോയിട്ടുണ്ട് പുള്ളിക്കാരൻ. അവിടെ ഗണ്ണില്ലേലും നമ്മൾ സൂക്ഷിക്കണം. പുള്ളിക്കാരൻ നമുക്ക് മുതൽ കിട്ടു കൊടുക്കാം. ഗണ്ണില്ലേലും ഇയാൾ കൈ കൊണ്ട് അടിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ അതിനകത്ത് കണ്ടിട്ട്. അടുത്ത ഗെയിമിൽ നമ്മൾ ഗ്രാനി ഇട്ട് കളിക്കും പാർട്ട് 2. അത് നമ്മൾ ഒന്നിനും ട്രെയിൻ എസ്കേപ്പ് ചെയ്യും. ഇതിനകത്ത് എസ്കേപ്പ് ചെയ്ത് നോക്കാം. എൻ്റെ ഒരു നിഗമനത്തിൽ നമുക്ക് ഗേറ്റ് എസ്കേപ്പ് ചെയ്യാതെ ഏറ്റവും കൂടുതൽ ഈസി. അത് സാധനമൊന്നും വേണ്ട. ഇത് ഇവിടെ അടിച്ചു പൊടിക്കാം. ഇതിനകത്ത് ചിലപ്പോൾ ഫ്യൂസ് എല്ലാം കാണുമായിരിക്കും. അതെ ആയിരിക്കും. ഇപ്പം ക്രൗബാറും കൊണ്ട് പോയി ജനറേറ്ററൊന്ന് ഇവിടെ കാണാൻ കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല ഫ്രണ്ട്സ്, ഇനി അധികം ആവശ്യമൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ചെയ്യാം, ഗേറ്റ് എസ്കേപ്പ് ചെയ്യാം. ഇതിനെ ഷെഡിൽ കൊണ്ടുവയ്ക്കണം. ഷെഡ് നമ്മുടെ കിച്ചൺ ഒന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ പോവാം. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ജനറേറ്റർ ഓൺ ചെയ്യാം. എന്നിട്ടാണെങ്കിൽ നമുക്ക് ഫ്യൂസ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഈസിയായി സിമ്പിളായിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഗേറ്റിലത് CCTV ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ടാവും. ഈ താഴെ പോയി ഫ്യൂസ് എടുക്കണം. താഴെ പോയി ഫ്യൂസ് എടുത്ത് മേളിൽ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് എസ്കേപ്പ് ചെയ്യാം. ഇപ്പോൾ പാർട്ട് 2-ൽ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിവിടെ ഫ്യൂസ് അപ്പോൾ സിമ്പിളായിട്ട് എസ്കേപ്പ് ചെയ്യാം. അടുത്താണ് നമ്മൾ ഈ ട്രെയിൻ എസ്കേപ്പ് ചെയ്തിരിക്കും ഫ്രണ്ട്സ്. നേരത്തെയൊക്കെ ട്രെയിൻ എസ്കേപ്പ് ആയിരുന്നു സിമ്പിള്. പക്ഷെ ഇതെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടി. നോക്കട്ടെ വർക്കിംഗ് ആണോ എന്നറിയാത്ത വലിയ തേഞ്ഞു. ഓക്കെ. അയ്യോ എൻ്റെ പൊന്ന്, ഇങ്ങനെ മേളിലുണ്ടായിരുന്ന. എടാ ഇനി ഫ്യൂസിങ് എവിടെയാണോ എന്തോ ഇവിടെ തന്നെ കാണുമായിരിക്കും. പുള്ളിക്കാരൻ ഗണ്ണെടുത്തോന്ന് എൻ്റെ പേടി. ഗണ്ണെടുത്ത് തേങ്ങി. ഇവിടെ പോയി നോക്കാം. മറ്റേ ആ സാധനങ്ങളൊക്കെ പഴയ പോലെ കിടപ്പുണ്ട്. ഫ്യൂസ് മേടിക്കണം. ആ ഫ്യൂസ് മേടിക്കണം. മേലുണ്ടോ? എന്നെ കൊന്നല്ലേ നിങ്ങൾ ചാവോ? ഏമുമില്ല. നിങ്ങൾക്ക് സ്പെഷ്യലാണ്. വിറച്ച് എവിടെയുണ്ടോ? നൂർന്നു പോയി പുള്ളിക്കാരൻ. ഈ ഫ്യൂസ് കൊണ്ട് വിറ്റിട്ട് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആയി. എൻ്റെ പൊന്നെ വിറച്ചു തന്നെ.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഗേറ്റ് എസ്കേപ്പ് ചെയ്യാനുള്ള ഫ്രണ്ട്സ്. യെസ്, ഇനി നമുക്ക് ഇതുവഴി ചാടി നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, ഈരത്തോ എൻ്റെ പൊന്നെ, ഈ പുള്ളിക്കാരൻ എന്തിനാ ഇത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ഇരുട്ടെ, മൊത്തം കാണാം. പിന്നെ എന്തിനാ ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ വന്ന് ഫോട്ടോയിൽ എടുക്കാൻ ഈ ബംഗ്ലാവ് സ്വന്തമാക്കാൻ വന്നതായിരിക്കും. അറിയില്ല, സ്കിപ്പായിരിക്കും. ഒറ്റ ബൈ ബൈ. ഗൈസ്, ഡേ 5 വരെ നമ്മൾ ചാവുകയാണെങ്കിൽ ഒരു കിട്ടുന്ന സീനുണ്ട്. ഞാനാണെങ്കിൽ സെക്കൻഡ് പാർട്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ ഓക്കെ ഗൈസ്.